പത്തനംതിട്ട വള്ളിക്കോട് CPM പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസ് നിർബന്ധിതമായി പൂട്ടി. ജോലി ചെയ്യാനാകാതെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നട്ടം തിരിയുകയാണ്. വള്ളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് R. മോഹനൻ നായരാണ് ഓഫീസ് പൂട്ടിപ്പോയത്. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പഞ്ചായത്ത് ഭരണം. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, അവിടെ പണി നടക്കേണ്ട എന്ന് പ്രസിഡന്റ് തീരുമാനിക്കുന്നു. ഈ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പണിയെടുക്കാൻ തയ്യാറാണ്, പക്ഷേ പ്രസിഡന്റ് അനുവദിക്കുന്നില്ല. ഇതാണോ സ്ഥിതി? രാഗി, വള്ളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ നായർ രാവിലെ പഞ്ചായത്ത് ഓഫീസിന്റെ പൂട്ട് നിർബന്ധിതമായി പൂട്ടി താക്കോലുമായി മുങ്ങിയിരിക്കുകയാണ്. ഇവിടേക്ക് എത്തുന്ന ജീവനക്കാർക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ നിർവാഹമില്ല. പണിമുടക്കിൽ പങ്കെടുക്കാത്ത, ജോലി ചെയ്യാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്ന ജീവനക്കാർ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഇപ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്, വലയുകയാണ്. പഞ്ചായത്ത് സീനിയർ ക്ലർക്കായ വിദ്യ ഇന്ന് രാവിലെ എത്തിയപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസ് പൂട്ടി പ്രസിഡന്റ് പോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. പ്രസിഡന്റിനെ വിളിച്ചെങ്കിലും തുറന്നു നൽകാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നില്ല. സീനിയർ ക്ലർക്കായിട്ടുള്ള വിദ്യയോടൊപ്പം തന്നെ മറ്റൊരു ജീവനക്കാരനും ഇവിടെ ജോലി ചെയ്യാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. വിദ്യ തന്നെ പറയും, ഇതൊരു നിർബന്ധിതമായിട്ട് നിങ്ങളെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഈ പണിമുടക്ക് സമ്പൂർണ്ണ വിജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണോ ഈ പ്രാദേശിക CPM നേതാവ് കൂടിയായ മോഹനൻ നായർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ഇങ്ങനെ നിർബന്ധിതമായിട്ട് പഞ്ചായത്ത് ഓഫീസ് പൂട്ടി രാവിലെ പോയത്? ആണെന്ന് തോന്നുന്നു. കാര്യം താക്കോല് ചോദിച്ചപ്പോൾ ഇന്ന് പണിമുടക്കല്ലേ, പിന്നെ എങ്ങനെയാ താക്കോല് തന്നാൽ ശരിയാവുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഹാജർ രേഖപ്പെടുത്തണം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ മത്സരിക്കാനൊന്നുമല്ല. പിന്നെ എൻ്റെ കൂടെ വന്ന സ്റ്റാഫെന്ന് വെച്ചാൽ അദ്ദേഹം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത ആളല്ല, ജോലിക്കാരായിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഹാജർ രേഖപ്പെടുത്തണം, അതിനാണ് അദ്ദേഹം വന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കി, ഇത്രയും നേരം നോക്കി. ഇനിയിപ്പോൾ താക്കോല് കിട്ടും തോന്നണില്ല. ജില്ലാ ഓഫീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്താണെന്നുള്ളത് തിരക്കണം. അദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ എന്താ പറയുന്നത്? അതാണ് അദ്ദേഹം പറഞ്ഞതാണ്, ഇന്ന് പണിമുടക്കല്ലേ, താക്കോൽ അതുകൊണ്ടാണ് എടുത്തതെന്നാണ് പറഞ്ഞത്. നിർബന്ധിതമായി നിങ്ങളെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? അങ്ങനെയാണ്, അല്ലെങ്കിൽ താക്കോല് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞങ്ങൾ 2 സ്റ്റാഫ് വരുന്നു, ഒപ്പിടുന്നു, ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങളങ്ങ് പോകുന്നു, അത്രയല്ലേ ഉള്ളൂ. താക്കോല് മാറ്റേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത് വിദ്യയ്ക്കും മറ്റ് ഇവിടെ എത്തിയ ജോലി ചെയ്യാൻ സന്നദ്ധ അറിയിച്ച ജീവനക്കാർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് NGO സംഘ്, പെൻഷനേഴ്സ് സംഘ്, BJP പ്രവർത്തകർ ഇപ്പോൾ ഇവിടെയുണ്ട്, പഞ്ചായത്ത് അംഗവുമുണ്ട്. എന്താണ് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാക്കി ഇവിടെ നിന്ന് മുഴുവൻ ജീവനക്കാരെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം? അതാണ് പ്രാഥമികമായി തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് അംഗം നമ്മളോട് പ്രതികരിക്കുന്നത് തീർച്ചയായും അത് തന്നെ ആയിരിക്കുമല്ലോ. അവര് പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ വന്നാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല. അതിനാൽ തന്നെ ആയിരിക്കാം ചാവി അവർ കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ നമ്മുടെ 2 പേരും തയ്യാറായി തന്നെ, സ്റ്റാഫുകൾ 2 തയ്യാറായി തന്നെയാണ് വന്നത്, ഹാജർ രേഖപ്പെടുത്തി ഇന്നിവിടെ ജോലി ചെയ്യാനായിട്ട്. പക്ഷേ ഒരു സംഘർഷ മേഖല ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ അവർ പോകാനും തയ്യാറായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അത് സമ്മതിക്കാതിരുന്നത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. NGO സംഘ് പ്രവർത്തകരും ഇപ്പോൾ ഈ ജീവനക്കാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. എന്താണ് ഇനിയിപ്പോൾ ഇവർക്ക് പിന്തുണയായിട്ട് പരാതി എന്തെങ്കിലുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണ്? തീർച്ചയായിട്ടും ഇത് അവര് സമ്പൂർണ്ണ വിജയമാണ്, ഈ സമരം സമ്പൂർണ്ണ വിജയമാണെന്ന് കാണിക്കുന്നതിലേക്കായിട്ട് മാത്രമാണ് ഓഫീസ് പൂട്ടിക്കൊണ്ട് പോയത്. 2 ജീവനക്കാർ ഇവിടെ തയ്യാറായിട്ട് ജോലി ചെയ്യാൻ തയ്യാറായുണ്ട്. സാധാരണക്കാരൻ ആശ്രയ കേന്ദ്രം പഞ്ചായത്ത് ഓഫീസ്, അത് പൂട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ്. അത് സംഘർഷ സാധ്യത ഉടലെടുക്കും എന്നൊക്കെ പറഞ്ഞ വെറുതെയാണ്. ഇവിടെ സമാധാനപ്രിയരായ ആളുകളാണ് എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമമാണ് ഇവിടെ. അതുകൊണ്ട് 2 പേര് ജോലി ചെയ്യാൻ തയ്യാറുണ്ട്. ഒരാൾ സ്ഥിര ജീവനക്കാരും ഒരാൾ പ്രൊബേഷൻ പീരീഡ് കഴിയാത്തതുകൊണ്ടാണ് അദ്ദേഹം മീഡിയയുടെ മുന്നിൽ വരാത്തത്. അദ്ദേഹത്തിന് ഭയം കൊണ്ടാണ് ഈ സർക്കാരിൽ ഉള്ളത്. ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി നൽകണമെന്ന് തന്നെയാണ് പറയുന്നല്ലേ? തീർച്ചയായിട്ടും ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവരെ ഓഫീസ് തുറന്നു കൊടുക്കുകയും, പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുറന്നു കൊടുക്കേണ്ടതാണ്. അദ്ദേഹം പൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളത് ഒരു തികച്ചും ഒരു ദാർഢ്യമാണ്, ഒരു തന്പ്രമാണിത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. തികച്ചും ഇതൊരു രാഷ്ട്രീയപ്രേരിതമായ ഒരു സമരമാണ്. സമരം പൂർണ്ണമായി പരാജയപ്പെടുന്നു എന്നുള്ളത് കണ്ടപ്പോൾ ഓഫീസ് പൂട്ടിക്കൊണ്ടുപോയി. ഓഫീസ് തുറന്നു കഴിഞ്ഞാൽ പരാജയമല്ലല്ലോ. ഓഫീസ് അത് പരാജയമാണോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത ഒരു പ്രക്രിയയാണിത്. ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഇന്ന് പണിമുടക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ സമരം പൂർണ്ണമായും വിജയമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇതെന്നാണ് NGO സംഘ, BJP പ്രവർത്തകരും ഈ ജീവനക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ പറയുന്നത്. ഇന്ന് രാവിലെ ഈ മോഹനൻ നായർ, പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രാദേശിക CPM നേതാവും കൂടിയാണ്. അദ്ദേഹം ഇവിടേക്ക് എത്തി ഈ പഞ്ചായത്ത് ഓഫീസ് നിർബന്ധിതമായി പൂട്ടി താക്കോലുമായി പോകുകയാണ്. ഈ ജീവനക്കാരിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവിടെ തൊട്ട് സമീപമുള്ള ഒരു വീട്ടിലാണ് സാധാരണ ദിവസങ്ങളിൽ ഈ താക്കോല് ഈ ജീവനക്കാർ നൽകുക. എന്നിട്ട് ആദ്യം എത്തുന്ന
ജീവനക്കാർ ആരാണോ അവർ എത്തി താക്കോല് വാങ്ങി ഈ പഞ്ചായത്ത് ഓഫീസ് തുറന്ന് ഹാജർ രേഖപ്പെടുത്തുകയാണ് പതിവ്. പക്ഷേ ഇന്ന് പതിവിന് വിപരീതമായി ഈ സ്ഥിരമായി വെക്കുന്ന വീട്ടിൽ ഈ താക്കോല് നൽകാതിരിക്കുകയും രാവിലെ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ താക്കോല് പൂർണ്ണമായും വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ ഉള്ള ആ ഒരു സാഹചര്യം ഒരുക്കി നൽകണം, ഇങ്ങനെ നിർബന്ധിതമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവിടെ ഇന്ന് ജോലിക്ക് സന്നദ്ധത അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുന്ന ജീവനക്കാർക്ക് പറയാനുള്ളത്. ഇതിന്റെ പരാതികളുമൊക്കെ മുന്നോട്ട് പോകാൻ അവർ തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതിന് പിന്തുണയുമായിട്ട് BJP NGO സംഘ പ്രവർത്തകരും ഇപ്പോൾ ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുണ്ട്. രാഖി. ശരി മിഥുൻ, എന്തായാലും പണിമുടക്ക് എന്നതുകൊണ്ട് CPM ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ നിർബന്ധപൂർവം അവരുടെ പണി മുടക്കി അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അവരെ വീട്ടിലിരുത്തി ഈ പണിമുടക്ക് എന്ന ഒരു പ്രതിഭാസം വിജയിപ്പിക്കുക എന്ന് തോന്നുന്നു. കാരണം പത്തനംതിട്ട വള്ളിക്കോടാണ് CPM പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഓഫീസ് തന്നെ നിർബന്ധിതമായി പൂട്ടി വീട്ടിലിരിക്കുന്നത്. ജോലി ചെയ്യാനാകാതെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കാത്തു നിൽക്കേണ്ട ഗതികേടാണ്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കാരണവശാലും പുറത്തു വരില്ല, ഈ ഓഫീസ് തുറന്നു കൊടുക്കില്ല എന്ന നിലപാടിലാണ്. വള്ളിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് R മോഹനൻ നായരാണ് ഓഫീസ് പൂട്ടി പോയത്. CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത്.